നിനക്കായി മാത്രം ഭാഗം 27. വൈഗ വാതിൽ തുറന്നു നോക്കുമ്പോൾ അമ്മയായിരുന്നു. അവൾ ഇത്ര നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി മാറ്റി മുഖത്ത് ഗൗരവം വരുത്തി. അതേ ഗൗരവത്തിലാണ് അവൾ അമ്മയെ നോക്കിയതും. എന്താ? ഗൗരവത്തിലുള്ള അവളുടെ ചോദ്യം. അത് ഗൗനിക്കാതെ അമ്മ അവളെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവനേതാ? ഗൗരവത്തോടെ അമ്മ അവളോട് ചോദിച്ചു. അഡ്വക്കേറ്റ് ഹരിനാരായണൻ, വക്കീലാണ്, ഇപ്പോൾ ഫോട്ടോഗ്രാഫർ. പേരിന് പറയാനുള്ളൊരു ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ഒരുപാട് ആരാധകരുള്ള, അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ശബ്ദത്തിലാകെ ആവേശം നിറയുന്നത് അമ്മ ശ്രദ്ധിച്ചിരുന്നു. അവൻ മംഗലത്ത് തറവാട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞു നിൻ്റെ അച്ഛൻ. അങ്ങനെ പറഞ്ഞറിയപ്പെടാൻ ഹരിയേട്ടൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. നീയോ അവനും സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 4 വർഷം. തെല്ല് പോലും പതറാതെ പറയുന്ന വൈഗയെ അമ്മ ആശ്ചര്യത്തോടെയാണ് നോക്കിയത്. എന്ത് കണ്ടിട്ടാണ് നീ അവനെ സ്നേഹിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊരു കാരണമൊന്നുമില്ലമ്മേ. ഞാനാണ് ഹരിയേട്ടനെ ആദ്യം സ്നേഹിച്ചു തുടങ്ങിയത്. ഇന്നും ആ സ്നേഹം ഒരു തരി പോലും കുറയാതെ എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മറക്കാനും വെറുക്കാനും മാത്രം പറയരുത് എന്നോട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരിക്കലും അത് പറയില്ല. അമ്മ പറഞ്ഞതും വൈഗ അവരെ ആശ്ചര്യത്തോടെ നോക്കി. അമ്മ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ വന്നതാണ് എന്നാണ് അവൾ ആദ്യം കരുതിയത്. പക്ഷേ ഇതിപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾക്കിതൊക്കെ അമ്മ വെറുതെ പറയുന്നതാണോ അതോ കാര്യമായിട്ട് പറയുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാനൊരിക്കലും നീ സ്നേഹിച്ച ആളെ ഉപേക്ഷിക്കണമെന്നോ വെറുക്കണമെന്നോ അയാളെ മറന്ന് മറ്റൊരാളെ വിവാഹം ചെയ്യണമെന്നോ പറയില്ല. നീ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഏതു വിധേനയും ഈ ബന്ധം നടത്തി തരാനായിട്ട് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിരിക്കും. അമ്മ ആത്മാർത്ഥതയോടെയും അതിലുപരി ആത്മവിശ്വാസത്തോടെയും പറയുന്നത് കേട്ടതും വൈഗ അമ്മയെ നോക്കി. ഇങ്ങനൊരവസ്ഥ എനിക്കും ഉണ്ടായതാണ്. സ്നേഹിച്ചിരുന്ന ആളെ മറന്ന് മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ വേദന മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാൻ കഴിയും. അമ്മ പറഞ്ഞതും വൈഗ അവരെ ഞെട്ടലോടെ നോക്കി. അമ്മ? തിരിഞ്ഞു നിൽക്കുന്ന അമ്മയെ അവൾ തോളിൽ കൈവച്ച് വിളിച്ചു. സത്യമാണ്. എൻ്റെ അച്ഛൻ്റെ ഒരാളുടെ വാശി കാരണം കൊണ്ട് മാത്രം സ്നേഹിച്ചയാളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്ന പെണ്ണാണ് ഞാൻ. ആ ഒരു വേദന എനിക്ക് മനസ്സിലാകും. ഇനി എൻ്റെ മോളും കൂടി അതനുഭവിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ പരമാവധി നോക്കും. അമ്മ പറഞ്ഞതും വൈഗ അമ്മ പറയുന്നതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ സംശയത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാനിതൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടേത് വലിയ തറവാട് വീടൊക്കെ ആയിരുന്നല്ലോ. കൂടെ പഠിച്ച ഒരാളുമായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു. അച്ഛൻ അറിഞ്ഞു. അറിഞ്ഞ് 3-ാമത്തെ ദിവസം എൻ്റെ വിവാഹമായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം. പിന്നീടിന്നോളം ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. നാട് കടത്തി. ഈ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ അതിനു മുന്നേ വൈശാഖുണ്ടായി. പിന്നീട് അവനിലേക്കായി ലോകം. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് ജീവിച്ച് ഇന്നിപ്പോൾ അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ മോളെ കൂടി അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈഗയ്ക്ക് അതെല്ലാം ഒരു പുതിയ അറിവായിരുന്നു. അമ്മയുടെ സംസാരമെല്ലാം ഒരുതരം ഞെട്ടലോടെയായിരുന്നു വൈഗ കേട്ടു നിന്നത്. അമ്മ, അവൾക്ക് എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് എന്ന് മാത്രം അറിയില്ലായിരുന്നു. അച്ഛൻ നിനക്ക് വേണ്ടി വേറെ കല്യാണം ആലോചിക്കാതിരിക്കുവാണ്. വിച്ചു അതിന് കൂട്ടുണ്ട്. സൂക്ഷിക്കണം. പേടിക്കാൻ എനിക്കൊന്നുമില്ല അമ്മേ. എൻ്റെ ഹരിയേട്ടൻ ഉള്ളിടത്തോളം എനിക്കൊന്നും നോക്കാനില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയുന്ന വൈഗയെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അമ്മ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അമ്മ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വൈഗ വീണ്ടും വാതിൽ ചേർത്തടച്ചു. അവളുടെ ഉള്ളിൽ ഒരു കൂട്ടം സംശയങ്ങൾ നിറഞ്ഞു. പെട്ടെന്ന് അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല, ഈയൊരു നിമിഷത്തിൽ അച്ഛൻ്റെയും ചേട്ടൻ്റെയും ഭാഗം ചേർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാനാണോ ഇത് എന്നും പറയാനാവില്ല. ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഒക്കെ ഒരുപടി മുകളിലായിരിക്കും അച്ഛൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളും വിശ്വസിക്കാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഹരിയെ വിളിച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അവളുടെ സംശയം എന്നതുപോലെ തന്നെ അവനും അവളോട് അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്ത് കാര്യമുണ്ടെങ്കിലും അവനെ അപ്പോൾ തന്നെ വിളിച്ച് പറയണം എന്നുകൂടി പറഞ്ഞതിന് ശേഷമാണ് അവൻ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചത്. ഈ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും അപ്പോഴും അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. 2 ദിവസത്തിനുള്ളിൽ സുധീരൻ്റെ ബന്ധത്തിൽ നിന്ന് തന്നെ ഉള്ള ആരുടെയോ മകൻ ആള് വൈഗയെ കാണാൻ വരുന്നുണ്ടത്രേ. ഈ കാര്യം അയാൾ കാണാൻ വേണ്ടി വരുന്ന അന്ന് രാവിലെയാണ് അമ്മ അറിയുന്നത്. അപ്പോൾ തന്നെ അത് അമ്മ വന്ന് അവളോട് പറയുകയും ചെയ്തു. വൈഗ അതിലൊട്ടും പതറിയില്ല. നേരെ അച്ഛനും ഏട്ടനും അടുത്തേക്ക് നടന്നു. അമ്മ വന്ന് പറഞ്ഞത് കേട്ടില്ലേ? പോയി വേഷം മാറി ഒരുങ്ങി നിൽക്കാൻ നോക്ക്.
അവളെ കണ്ടപാടെ അച്ഛൻ അതാണ് പറഞ്ഞത്. അത് പറഞ്ഞതും വൈഗ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അരികിൽ തന്നെ ഏട്ടനും നിൽക്കുന്നുണ്ട്. അവളെ നോക്കി ഒരുതരം വിജയീ ഭാവത്തിലായിരുന്നു അവൻ്റെ നിൽപ്പ്. അച്ഛൻ ആരെയാണ് തോൽപ്പിക്കുന്നത്? തെല്ല് പോലും പതർച്ചയില്ലാതെ വൈഗ അയാളുടെ മുഖം നോക്കി ചോദിച്ചു. പറഞ്ഞത് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഉമ്മറത്തെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് സുധീരൻ പറഞ്ഞതും വൈഗ അയാളെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇല്ല, ഹരിയേട്ടനെ അല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കാണില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും എന്തിനാ ഇങ്ങനെ? അങ്ങനെ ഒരു തന്തയെ കൊന്നവനെ ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല. പിന്നെ എന്തൊക്കെ ആയാലും അവൻ എൻ്റെ ശത്രുവിൻ്റെ മകനാണ്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നിന്നെ ഞാൻ വിവാഹം ചെയ്ത് വിടില്ല, അച്ഛൻ തീർത്തും പറഞ്ഞു. എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സത്യമല്ലാത്ത കാര്യങ്ങളാണ് അതെല്ലാം. അത് അച്ഛനും എനിക്കും എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെയും എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? വൈകിയുടെ കണ്ണുകൾ അത് പറഞ്ഞപ്പോൾ ഒന്ന് നിറഞ്ഞു വന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചിട്ടും വീണ്ടും അങ്ങനെ തന്നെ. ആരും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, പോയി വേഷം മാറി ഒരുങ്ങി നിൽക്കാൻ നോക്ക്. അച്ഛന് എന്നിട്ടും ഭാവം മാറ്റാനുള്ള ഒരുക്കമല്ല. ഇല്ല, ഞാൻ ഒരുങ്ങില്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങരുത് നീ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പോയി ഒരുങ്ങാൻ നോക്ക്. വൈശാഖ് അവളെ താക്കീത് ചെയ്യും പോലെ പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്യില്ല. അപ്പോഴേക്കും വൈശാഖിൻ്റെ കൈകൾ അവളുടെ മുഖത്ത് ആഞ്ഞു പതിച്ചു. താഴേക്ക് വീണു പോകും മുന്നേ അമ്മ വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. അച്ഛൻ അപ്പോഴും അനങ്ങിയില്ല, സോഫയിൽ തന്നെ അങ്ങനെയിരുന്നു. വിച്ചു, അമ്മ അവനെ ദേഷ്യത്തോടെ വിളിച്ചു. പക്ഷേ അതവൻ ചെവി കൊണ്ടില്ല. എന്താ സുധിയേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നത്? കുഞ്ഞിനെ ഇവൻ തല്ലിയത് കണ്ടില്ലേ? കിട്ടേണ്ടത് അവൾ ചോദിച്ചു വാങ്ങിയതല്ലേ? സുധീരൻ അതത്ര കാര്യമാക്കാത്ത രീതിയിൽ പറഞ്ഞു. അവളെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം ചെയ്ത് കൊടുത്തൂടെ ഏട്ടാ? എന്തിനാ ഈ വാശി? അവർ കേഴുന്നത് പോലെ സുധീരനോട് ചോദിച്ചു. പക്ഷേ അയാളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടത്തിൽ തന്നെ അവർ വാ അടച്ചു. വൈഗ അപ്പോഴും മുഖത്ത് കിട്ടിയ പ്രഹരത്തിൽ വേദനയോടെ നിൽക്കുകയായിരുന്നു. ഒരു വശമാകെ തന്നെ പുകഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ആകെ ഒരുതരം മരവിപ്പ് കൊണ്ട് അവൾക്ക് ഒന്നും തിരിച്ചറിയാനാകുന്നില്ലായിരുന്നു. വൈഗ ഒന്നും മിണ്ടാതെ നേരെ മുകളിലേക്ക് ഓടിക്കയറി. ഫോണെടുത്ത് ഹരിയെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് ഹരിയുടെ ബുള്ളറ്റ് അവിടമാകെ പൊടി പറത്തിക്കൊണ്ട് ചന്ദ്രോത്ത് തറവാടിൻ്റെ അകത്തേക്ക് കടന്നു വന്നു. മുന്നിൽ അവനെ കണ്ടപ്പോൾ തന്നെ സുധീരൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വൈശാഖും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വൈഗ എവിടെ? അത് ചോദിക്കാൻ നീ ആരാടാ? തൻ്റെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുന്ന വൈശാഖിനെ ഹരി കത്തുന്ന രീതിയിലൊന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ വൈശാഖ് ഹരിയുടെ നെഞ്ചിൽ വെച്ച കൈകൾ തിരിച്ചെടുത്തു. ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ വൈഗ എവിടെ? രണ്ടാമതും അവൻ ചോദിച്ചിട്ടും സുധീരനും വൈശാഖും അവിടെ മിണ്ടാതെ നിൽക്കുന്നതല്ലാതെ മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. വൈഗ അകത്തുണ്ട്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അകത്തു നിന്ന് പുറത്തേക്കിറങ്ങി വരുന്ന വഴി തന്നെ അമ്മ അത് പറഞ്ഞുകൊണ്ട് തിരിച്ച് അവളെ വിളിക്കാനായി അകത്തേക്ക് കയറിപ്പോയി. വൈഗ ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ്റെ ശ്രദ്ധ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. എന്തോ അത്യാവശ്യമുണ്ട്, ഇവിടെ വരെ വരണം എന്ന് മാത്രമാണ് അവൾ തന്നെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ അവളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ എന്തോ കാര്യമായ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഹരിക്ക് മനസ്സിലായതാണ്. വൈഗ ആരെയും ഗൗനിക്കാതെ ഹരിയുടെ അടുത്തേക്ക് നടന്നു. എങ്ങോട്ടാണ്? പക്ഷേ പടികൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ വൈശാഖ് അവൾക്ക് കുറുകെ വന്ന് നിന്നു. ആ ചോദ്യത്തിൽ അവൾ അവനെ ഒന്ന് നോക്കി. ആ പടി നീ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചകത്തേക്ക് കയറാൻ നിൽക്കരുത്. പൊക്കോണം, എങ്ങോട്ടാണെന്ന് വെച്ചാൽ. പിന്നിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറയുന്നത് കേട്ടിരുന്നുവെങ്കിലും അതിന് തെല്ലുപോലും വില കൊടുക്കാതെ വൈഗ അവൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അച്ഛാ. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതും ഹരിയേട്ടൻ്റെ കൂടെയാണ്. അതിനിവിടെ നിന്ന് സമ്മതിച്ചില്ലെങ്കിൽ ഹരിയേട്ടൻ്റെ കൂടെ ഞാൻ പോകും. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നതാണ്. അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. പോകാം. ഹരി ചോദിച്ചതും വൈകയൊന്നും മിണ്ടാതെ അവനെ നോക്കി തലയാട്ടി സമ്മതിച്ചു. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അവളുടെ കവിളിലേക്ക് തെന്നി വീഴുന്നത്. ആരാ? അവളെ നോക്കി അവൻ ചോദിച്ചതും വൈഗ വൈശാഖിനെ തിരിഞ്ഞൊന്ന് നോക്കി. ഹരി അത് കണ്ടതും അവൻ്റെ അടുത്തേക്കൊന്ന് വന്നു. നിന്നോടൊക്കെ ഞാൻ അവളെ ഇതിൻ്റെ പേരിലൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നീ ഈ ചെയ്തതിന് എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല. അവൾക്ക് നിന്നെപ്പറ്റി പറയുമ്പോൾ 100 നാവാണ്. അത്രയ്ക്ക് സ്നേഹമാണ് നിന്നോട്. ആ നിന്നെ ഞാൻ തല്ലുന്നത് കണ്ടാൽ അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഹരി അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഹരി വന്ന് തിരികെ അവളുടെ കയ്യിൽ പിടിച്ചു. പോകാം. വൈഗ അതിന് തലയാട്ടി. അവൾ തിരിഞ്ഞൊന്ന് നോക്കി. ഇത്രയൊക്കെ ആയിട്ടും അച്ഛൻ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ടില്ല. വൈശാഖ് ദേഷ്യത്തോടെ നോക്കുകയാണ്. അമ്മ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. അമ്മയെ നോക്കി പോകുവാണെന്ന രീതിയിൽ അവൾ തലയാട്ടി കാണിച്ചു. അവൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറുമ്പോൾ അവളുടെ ഉള്ളിൽ ദുഃഖഭാരമേറി. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.